വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ട്രൂമേഡിൽ ഡ്രസ്സ് എടുക്കാൻ പോണ്. ഓണത്തിന് വേണ്ടിയിട്ടുള്ള തിരക്കുകൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ. നമ്മൾ ഓണക്കോടി എടുക്കാനാണ് പോണേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കസിനാണ് ഡ്രസ്സ് എടുത്ത് തരുന്നത്. അപ്പം നമ്മളെ കസിൻസും പിന്നെ ഞങ്ങൾ പിള്ളേരുകളെല്ലാവർക്കും കൂടിയാണ് പോണേ. ഞങ്ങൾ പിള്ളേരുകളെല്ലാവർക്കും ഡ്രസ്സ് എടുക്കാനാണ് പോണേ. അപ്പോൾ അവിടെ വെച്ചിട്ടുള്ള പരിപാടികളൊക്കെയാണ് കാണാൻ. നമ്മൾ ഡ്രസ്സ് ഇടാൻ ചാലക്കുടിയിലുള്ള ട്രൂമേഡിലാണ് വന്നത്. ഫസ്റ്റ് തന്നെ അപ്പോൾ എനിക്കുള്ള ഡ്രസ്സാണ് നോക്കണേ. ഈ ഭാഗത്ത് എല്ലാവരും ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നോക്കി. ഒരു എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വാങ്ങണം എന്ന് തന്നെ ഒരു താല്പര്യം ഇല്ലാണ്ടാണ് ഞാൻ പോയത്. നിർബന്ധിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഈ വഴിക്കൊക്കെ പോയി നോക്കി, എല്ലാവരുടെയും പോയി നോക്കി. ഒരു സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓരോന്നൊക്കെ എടുത്ത് കാണിച്ചു തരും, അത് തിരിച്ചു വയ്ക്കും. എടുത്ത് കാണിച്ചു തരും, തിരിച്ചു വയ്ക്കും. ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ലാസ്റ്റ് ഓരോ സ്ഥലത്തൊക്കെ നടന്ന് ഒരെണ്ണം എടുത്ത് സെറ്റാക്കി വെച്ചു. ഉറപ്പിച്ചു എന്ന് പറഞ്ഞാൽ വെച്ചു. പിന്നീട് മറ്റുള്ളവർക്കൊക്കെ എടുക്കാനുള്ളത് പോയി. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരുന്നു. ബാക്കിയുള്ളവരൊക്കെ അവർക്കുള്ള ഡ്രസ്സ് എടുക്കാൻ പോയി. ഇപ്പം ഞങ്ങളിവിടെ കളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഉറപ്പിച്ചൊന്നും ഞാൻ ഡ്രസ്സ് എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഇതിലേക്ക് പോയി ഒന്നും കൂടി നോക്കി. പിന്നെ രണ്ടാമത്തെ ഒരു ദിവസം നോക്കി ഡ്രസ്സൊക്കെ എടുക്കാൻ രണ്ടാമതും പോയി നോക്കി. അപ്പോൾ ഇത് രണ്ടാമതും പോയി നോക്കണം. ശരിക്കും ഞാനൊരു ഡ്രസ്സ് ഉറപ്പിച്ചുണ്ട്. ഞാൻ കുറേ നേരത്തെ ഡ്രസ്സ് എടുക്കൽ നടന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് എടുത്തത് എൻ്റെ അനിയത്തിക്കാണ്. അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയി. അവൾക്ക് ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയവരെ സെക്ഷനൊന്നും വരില്ല. വലിയ കുട്ടിയാണെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. അവൾക്ക് കിഡ്സ് സെക്ഷൻ പോകണം. നമ്മളൊരു ഡിഗ്രി സ്റ്റുഡൻ്റാണെന്ന് പറഞ്ഞാലും സാധാരണ നമ്മളിപ്പില്ല. ഒരു കിഡ്സ് സെക്ഷന് വിട്ട് 7-8 വയസ്സുള്ള കുട്ടികളുടെ ഡ്രസ്സൊക്കെ എടുത്താലാണ് അവൾക്ക് ചേർന്നത്. ഞങ്ങൾ കിഡ്സ് സെക്ഷനിൽ പോയി അവൾക്കുള്ള ഡ്രസ്സ് എടുത്തു. അപ്പോഴേ ഇതുപോലെയുള്ള കുറേ സാഹസിക കോപ്രായങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുകയുണ്ട്. നിങ്ങൾ ചാലക്കുടിയിലുള്ളവരാണെങ്കിൽ ഇവിടെയൊക്കെ വന്ന് നോക്കണം. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ട്, നല്ല ഡ്രസ്സ് സെലക്ഷനൊക്കെ ഉണ്ട്. നമുക്ക് അഫോർഡബിൾ ആയ റേറ്റിൽ അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഇവിടെ കിട്ടും. അവിടുത്തെ സ്റ്റാഫ്സ് എന്നൊക്കെ പറഞ്ഞാലും വളരെ നല്ല സ്റ്റാഫ്സാണ്. അവരുടെ സർവീസും വളരെ നല്ലതാണ്. ഓരോന്നിനും അതിൻ്റേത് നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ ഈ ഡ്രസ്സുകളൊക്കെ 2-3 തവണ യൂസ് ചെയ്ത് വാഷ് ചെയ്തൊക്കെ ചെയ്തു. അപ്പോഴും ഇത് നന്നായിട്ട് തന്നെ ഇരിക്കേണ്ട. ഈ ഡ്രസ്സൊക്കെ നല്ലോണം ഒരു കംപ്ലൈൻറ്റ് വന്നില്ല. വളരെ നല്ല മെറ്റീരിയലാണ് ഇവിടെ ഉള്ളത്. അതിനുശേഷം എൻ്റെ അനിയനും ബാക്കിയുള്ളവർക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോയി. ഇവിടെ മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ നമുക്ക് സാരി, ഫാൻസി സാരി, കുർത്തീസ്, പിന്നെ കിഡ്സിൻ്റെ ഡ്രസ്സുകൾ, മെൻസിൻ്റെ ഡ്രസ്സുകൾ, പിന്നെ അങ്ങനെ കുറേ അവിടെ ഐറ്റംസ് കിട്ടും. നമുക്ക് മുറിച്ചെടുക്കാവുന്ന മെറ്റീരിയൽസ്, ഡയബിൾ മെറ്റീരിയൽസ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ലഭിക്കും. അവർക്കൊക്കെ ഡ്രസ്സ് എടുത്തപ്പോൾ വളരെ നല്ല ഡ്രസ്സായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം എടുത്ത ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ രണ്ടാമതും എനിക്കുള്ള ഡ്രസ്സ് പിന്നെയും കണ്ടുപിടിച്ചു. അവസാനം ഞാനൊരു ഡ്രസ്സിലെത്തി, അവിടെ എത്തി നിന്നു. പിന്നെ ഞങ്ങൾ ബില്ല് ചെയ്തു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി ഫുഡ് കഴിച്ചു. പക്ഷെ ഫുഡ് കഴിച്ച വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.